ആരാണ് അനൂപ് മാലിക്? ആത്യന്തം ദുരൂഹമാണ് അനൂപ് മാലിക്കിൻ്റെ ഇടപെടലുകൾ. സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവരുന്നു, ഉഗ്രശേഷിയുള്ള പടക്കങ്ങളും വെടിക്കോപ്പുകളും ഉണ്ടാക്കുന്നു, വിൽക്കുന്നു. ഇടപാടുകളെല്ലാം ദുരൂഹം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അധികാര കേന്ദ്രങ്ങളിലുള്ള പലരും അനൂപ് മാലിക്കിൻ്റെ ഉറ്റ ചങ്ങാതിമാരാണ്. കേസുകളിൽ പ്രതിയാകുന്നു, ജാമ്യത്തിലിറങ്ങുന്നു. സമാന സ്വഭാവമുള്ള കേസുകളിൽ പിന്നെയും പിന്നെയും ഇടപെടുന്നു. ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ നേരത്തെ ഇവിടെ രാജേന്ദ്ര കോളനിയിൽ ഇത് ഉണ്ടായിട്ടുള്ളതാണ്. ഇദ്ദേഹമാണ് എങ്കിൽ ഇദ്ദേഹം നിർമ്മിച്ചിട്ട് ഇത് ആർക്ക് സപ്ലൈ ചെയ്യുന്നു? ചരിത്രം പരിശോധിച്ചാൽ സ്ഥിരം കുറ്റവാളിയാണ് അനൂപ് മാലിക് എന്ന് മനസ്സിലാകും. 7 കേസുകൾ, 7ഉം സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരമുള്ളത്. അതിലൊന്നിൽ വധക്കേസിലെ കൂട്ടുപ്രതിയും. അയാൾ ഇവിടെ തന്നെ ഉണ്ടോ അല്ല പുറത്തേടിയും പോയോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. നിങ്ങൾ അയാളുടെ രാഷ്ട്രീയ ബന്ധം ഒന്ന് പരിശോധിക്കണം. അയാൾ ആരായിരുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കണം. പൊടിക്കുണ്ടിൽ വീട് പൂർണ്ണമായും തകരുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കേസിലെ പ്രതി. 2022 തോട്ടടയിൽ വിവാഹ പാർട്ടിക്ക് നേരെ ബോംബെറിഞ്ഞ് യുവാവ് കൊല്ലപ്പെട്ട കേസിലെ കൂട്ടുപ്രതി. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ സ്ഫോടക വസ്തുക്കൾ സംഭരിച്ച് സൂക്ഷിച്ച കേസിലെ പ്രതി. എന്നിട്ടും പുറത്തിറങ്ങി നടക്കുന്നുണ്ട് അനൂപ് മാലിക്. സമാന സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ട് അനൂപ് മാലിക്.